Guys, Oppo avരുടെ ഏറ്റവും പുതിയ Oppo A78 ലോഞ്ച് ചെയ്തു. ശരിയാ, ബോക്സിനകത്ത് ഫോൺ മാത്രമല്ല, കേസ് ഉണ്ട്, പേപ്പർ വർക്ക്സ് ഉണ്ട്, സിം ടൂൾ ഉണ്ട്, 67 വാട്ടിന്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഫോണിന് എന്തൊക്കെ ലുക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു മെയിൻ കാര്യം Oppo ഈ ഫോണിൽ വയ്ക്കാൻ വിട്ടുപോയി. 3.5mm ഹെഡ്ഫോൺ ജാക്കൊന്നുമല്ല, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. 90 ഹെർട്സിന്റെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു സ്ക്രീൻ ഉണ്ട്, സൈഡിലാണ് പഞ്ച് ഹോൾ, സമ്മതിച്ചു. AMOLED ആയതുകൊണ്ട് തന്നെ ഫോണിന്റെ അകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. ശരി, എന്തിന് ഈ ഫോണിന്റെ അകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ വരെ കൊടുത്തിട്ടുണ്ട്. ഫോൺ ഭയങ്കര സ്ലിം ആണ്, ബോക്സി ആയിട്ടുള്ള ഡിസൈൻ ആണ്. പക്ഷെ 5000 mAh ബാറ്ററി അകത്ത് കുത്തിക്കേറ്റിട്ടുണ്ട്. കൂടാതെ 67 വാട്ടിന്റെ സൂപ്പർ വൂക്ക് ചാർജിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മുടെ ഐഫോണിന്റെ പോലെ ബാറ്ററി ഹെൽത്ത് വരെ കാണിക്കുന്നുണ്ട്. 8GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജും, അതേപോലെ 8GB റാമും 256GB ഇന്റർണൽ സ്റ്റോറേജിന്റെ 2 വേരിയൻസ് ഇറക്കി. അതും പോരാഞ്ഞിട്ട് 1 TB വരെ നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഉപയോഗിച്ച് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന 8GB റാം എക്സ്പാൻഷൻ ഉപയോഗിച്ച് 16GB വരെ ആക്കാൻ പറ്റും. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. എന്തോ ഇപ്രാവശ്യം HDR ഒക്കെ നന്നാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഇത്തരത്തിൽ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ബാക്കിൽ 50 മെഗാപിക്സലിന്റെ AI മെയിൻ ക്യാമറ കൊടുത്തു. അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അൾട്രാ വൈഡ് ക്യാമറ വെക്കേണ്ട സ്ഥലത്ത് 2 മെഗാപിക്സലുള്ള ഡെപ്ത് സെൻസറാണ് വെച്ചേക്കുന്നത്. ശരി, എന്നാൽ ബാക്ക് സൈഡ് 1080p 60fps വീഡിയോ എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതേപോലെ 1080p 30fps വീഡിയോ എടുത്തുകൊണ്ട് നടക്കാം. ഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് 13 ColorOS 13ലാണ് ഓടുന്നത്. പക്ഷെ ColorOSന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് ബ്ലോട്ട്വെയർസ് ഉണ്ട്, അനാവശ്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. എന്തിന് നമ്മുടെ ആപ്പ് മാർക്കറ്റ് ഇടയ്ക്കിടയ്ക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പോട്ടേന്ന് വെക്കാം. പക്ഷെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇതൊന്നുമല്ല. 17,499 രൂപയ്ക്ക് ഇറക്കിയിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് സ്നാപ്ഡ്രാഗൺ 680 പ്രോസറാണ് വരുന്നത്. പ്രോസറിന്റെ പെർഫോമൻസിന്റെ കാര്യമൊക്കെ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. അതിനു മുന്നേ ഒരു കാര്യം നിങ്ങൾ അറിയാം, ഇതൊരു 4G പ്രോസറാണ്. 2023 17,499 രൂപ കൊടുത്തൊരു സ്മാർട്ട് ഫോൺ മേടിക്കുമ്പോൾ അതിൽ മിനിമം ആയിട്ടുണ്ടാവേണ്ട 5G ഈ ഫോണിലുണ്ടോ? അതില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.